الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اتقوا الله يا عباد الله സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നിത്യജീവിതത്തിലെ ഓരോ സമയങ്ങളെയും ക്രമീകരിക്കണമെന്ന് സ്വയം മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. ദീനിൻ്റെ പേരിൽ വസിയത്ത് നൽകുകയാണ്. തീർച്ചയായും മറ്റെല്ലാ തിരക്കുകളൊക്കെ ഉണ്ടായിട്ടും വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടാൻ പരിശ്രമിച്ച ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അതിനു പിന്നിൽ നമുക്കുണ്ടായ ചേതോവികാരം എന്നുള്ളത് നമ്മൾ ആഖിറത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ഒരു ജീവിതത്തിന് ഒരു അവസാനമുണ്ട്. മിടിക്കുന്ന നമ്മുടെ ഹൃദയം മിടിപ്പ് നിൽക്കുന്ന ഒരു നിമിഷം വരാനുണ്ട്. നമ്മുടെ കൈകൾക്കും കാലുകൾക്കും ചലനം നിലക്കുന്ന ഒരു നിമിഷം വരാനുണ്ട്. നമ്മുടെ ശ്വസനം നിന്നു പോകും, പേര് മാറിപ്പോകും, മയ്യത്തെന്ന ഒരു പുതിയ പേര് ലഭിക്കും. ഈ ഒരു സമയം വരാനുണ്ടെന്ന തിരിച്ചറിവാണ്. ആ ഒരു തിരിച്ചറിവ് മാത്രമല്ല, അതിനുശേഷം പടച്ച റബ്ബിന്റെ അടുക്കലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുമെന്നും അവിടെ ഹിസാബും ജസാവുമൊക്കെ ഉണ്ട് എന്നും അതിനനുസരിച്ച് എൻ്റെ ജീവിതം ഇവിടെ ക്രമീകരിക്കേണ്ടതുണ്ട് എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് വെള്ളിയാഴ്ച ദിവസം ഉച്ചസമയത്ത് നമ്മൾ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അങ്ങനെയാണ് എങ്കിൽ
യഥാർത്ഥത്തിൽ നമ്മളുടെയൊക്കെ ജീവിതം, നമുക്കൊക്കെ വിശ്വാസമുണ്ട്, സ്വർഗമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, നരകമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, സ്വർഗം ലഭിക്കണേ എന്ന് നമ്മൾ കൊതിക്കുന്നു, നരകത്തിൽ അകപ്പെടരുതേ എന്ന് നമ്മൾ ഭയക്കുന്നു. ഇതെല്ലാം ശരിയാണ്. പക്ഷേ എത്ര കണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ രാവിലെ എണീറ്റ നിമിഷം മുതൽ രാത്രി കിടക്കപ്പായയിലേക്ക് എത്തുന്നത് വരെയുള്ള നമ്മുടെ ഓരോ നിമിഷങ്ങളും, ഓരോ ആഴ്ചയിലെ 7 ദിവസത്തിൽ, ഓരോ മാസത്തിലെ 31 ദിവസത്തിൽ, 30 ദിവസത്തിൽ, ഒരു വർഷത്തിലെ 365 ദിവസത്തിൽ നമ്മുടെ ദൈനംദിന പ്രക്രിയകൾ എടുത്തു നോക്കിയാൽ, നമ്മുടെ ജീവിതം നമ്മളൊന്നിങ്ങനെ എടുത്ത് വരച്ചു നോക്കിയാൽ, ഒരു പേപ്പറും പേനയും എടുത്ത് അതിൽ 2 കള്ളികൾ വരച്ച്, നന്മയുടെ കള്ളിയും തിന്മയുടെ കള്ളിയും വരച്ച്, നമ്മൾ ദിനേന ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സമയമെടുത്ത് നമ്മളിങ്ങനെ എഴുതി നോക്കിയാൽ, ഇന്നോ നാളെയോ ആയി അള്ളാഹുവിന്റെ വിധി അങ്ങനെയാണെങ്കിൽ നമ്മൾ മരണപ്പെട്ടു പോയാൽ, ഔദുബില്ലാ, റബ്ബ് കാത്തുരക്ഷിക്കുമാറാവട്ടെ, എന്തായിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ എന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടതില്ലേ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്നൊരു വാചകമുണ്ട്, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന്റെ മുമ്പായിക്കൊണ്ട് സ്വന്തം ഒന്ന് വിചാരണ നടത്തണേ എന്നുള്ളത്. അങ്ങനെ നമ്മളെക്കുറിച്ചൊന്ന് വിചാരണ ചെയ്തു നോക്കിയാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരുപാട് തിരിച്ചറിവുകൾ ഉണ്ടായിരിക്കും. നമ്മളൊക്കെ ഒരുപാട് പിറകോട്ട് പോയിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവ്. നമുക്ക് പലപ്പോഴും നമ്മുടെ ചിന്ത എന്താ? നമ്മൾ അളന്നു നോക്കുന്നത്, നമ്മൾ ഒപ്പം വെച്ച് നോക്കുന്നത് ഏറ്റവും താഴെ തട്ടിലുള്ളവരുമായിട്ടാണ്. തീരെ നമസ്കരിക്കാത്തവരുമായിക്കൊണ്ട്, ദീന് പാലിക്കാത്തവരുമായിക്കൊണ്ട്, സലഫിയത്ത് അറിയാത്തവരുമായിക്കൊണ്ട്, തൗഹീദ് മനസ്സിലാക്കാത്തവരുമായിക്കൊണ്ടാണ് നമ്മൾ നമ്മെ തട്ടിച്ചു നോക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ നമ്മെ തട്ടിച്ചു നോക്കേണ്ടത് ആരുമായിട്ടാ? അള്ളാഹു സ്വർഗമുണ്ടെന്ന് വാഗ്ദാനം നൽകിയ കൂട്ടരുമായിട്ടാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം എടുത്തു നോക്കണം. അബൂബക്കറുൻ ഫിൽ ജന്ന, അബൂബക്കർ സ്വർഗത്തിലാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉമറുൻ ഫിൽ ജന്ന, ഉമർ സ്വർഗത്തിലാണെന്ന് മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബിലാലിന്റെ ചെരുപ്പടി ശബ്ദം സ്വർഗത്തിലെ ചെരുപ്പടി ശബ്ദം ഞാൻ കേട്ടെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരുടെയൊക്കെ ജീവിതം എങ്ങനെയായിരുന്നു, അവർ ഓരോന്നിനും കൊടുത്തിരുന്ന പ്രാധാന്യം എങ്ങനെയായിരുന്നു എന്നതും നമ്മുടെ ജീവിതവും നമ്മളൊന്ന് തട്ടിച്ചു നോക്കേണ്ടതില്ലേ? ഒരു കാര്യം യാഥാർത്ഥ്യമാണ്, അവരൊക്കെ നേരിട്ടതുപോലെയുള്ള ഒരു മരണം തന്നെയാണ് നമുക്കും നേരിടാനുണ്ടാവുക. അവരുടെ റൂഹ് പിടിച്ച മലക്കുൽ മൗത്ത് തന്നെയാണ് നമ്മുടെ റൂഹ് പിടിക്കാനും കടന്നു വരുന്നത്. അവർ അഭിമുഖീകരിക്കുന്ന ബർസഖിയായ ജീവിതത്തിലേക്ക് തന്നെയാണ് മരണത്തിന് ശേഷം നമുക്ക് ഓരോരുത്തർക്കും ചെന്നെത്താനുള്ളത്. അവർ ഉയർത്തെഴുന്നേൽക്കുന്നത് ഏതൊരു മഹ്ശറിലാണോ ആ മഹ്ശറിൽ തന്നെയാണ് നമുക്കും ഉയർത്തെഴുന്നേൽക്കാനുള്ളത്. അവരുടെ കർമ്മങ്ങൾ തൂക്കുന്ന മീസാനിൽ തന്നെയാണ് നമ്മുടെ കർമ്മങ്ങളും തൂക്കാനുള്ളതെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു, സലഫുകൾ എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് ഓർക്കേണ്ടതുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ ജീവിതം നമ്മൾ ക്രമപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. ഏറ്റവും താഴെ തട്ടിലുള്ളവരുമായിക്കൊണ്ടല്ല, ഏറ്റവും ഉന്നതിയിലുള്ള ഉയരത്തിലുള്ള ദീനുമായിക്കൊണ്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഏറ്റവും മഹാന്മാരായി നിൽക്കുന്ന ആളുകളുമായിക്കൊണ്ട് അവരുടെ ജീവിതവുമായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ തട്ടിച്ചു നോക്കണം. എന്നിട്ട് എന്റെ അപാകതകൾ എന്തെല്ലാമാണ്, എന്റെ കുറവുകൾ എന്തെല്ലാമാണ്, ഞാൻ തിരുത്തേണ്ടത് എവിടെ എന്തെല്ലാമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളൊരു മത്സരം നടത്തേണ്ടതുണ്ട്. അവരോട് നമ്മൾ മത്സരിക്കണം. എന്തിനു വേണ്ടി? സ്വർഗത്തിന് വേണ്ടി മത്സരിക്കണം. വിശുദ്ധ ഖുർആനിന്റെ സൂറത്തു ആലു ഇമ്രാനിന്റെ 133, 134 ആയത്തുകളിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് അങ്ങനെ ഒരു മത്സരം നടത്താൻ, അങ്ങനെ ഒരു വേഗത്തിൽ സ്വർഗത്തിനു വേണ്ടി പണിയെടുക്കാൻ വേണ്ടി റബ്ബ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. വസാരിയോ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർവഹ സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. റബ്ബ് പറയുന്ന പ്രയോഗം നമ്മളോടാണ് റബ്ബ് അറിയിച്ചു തരുന്നത്. മത്സരിച്ചോളൂ, വേഗത്തിൽ ധൃതിയിൽ പോയിക്കോളൂ. എങ്ങോട്ട്? ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ മഗ്ഫിറത്തിലേക്ക്, നിങ്ങളുടെ റബ്ബിന്റെ മഗ്ഫിറത്തിലേക്ക് മത്സരിച്ചോളൂ. മാത്രമല്ല വജന്ന, സ്വർഗം
സ്വർഗത്തിലേക്ക് മത്സരിച്ചോളൂ. ഏതാണ് ആ സ്വർഗം? അർളുഹസ്സമാവാതു വൽ അർദ്, ആകാശങ്ങളെക്കാൾ ഭൂമിയേക്കാൾ വിശാലമായ സ്വർഗം. നമ്മളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടെത്താൻ കഴിയാത്ത എല്ലാ നിലക്കും റബ്ബ് സുബ്ഹാനഹു വ തആല ആഹ്ലാദങ്ങളും ഉല്ലാസങ്ങളും അവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത് ഏതൊരു സ്വർഗത്തിലാണോ ആ സ്വർഗത്തിനു വേണ്ടി മത്സരിക്കണമെന്നാണ് നമ്മോട് പറഞ്ഞത്. അതിന്റെ വിശാലത ആകാശങ്ങളെക്കാൾ ഭൂമിയേക്കാൾ വിശാലമായ സ്വർഗമാണത്. ആ സ്വർഗത്തിനു വേണ്ടി നിങ്ങൾ മത്സരിക്കണം. എന്നിട്ട് റബ്ബ് പറയാണ് അതെല്ലാവർക്കും കൊടുക്കുമെന്നല്ല പറഞ്ഞത്, എല്ലാവർക്കും കൊടുക്കുമെന്നല്ല പറഞ്ഞത്. മറിച്ച് റബ്ബ് എന്താണ് പറഞ്ഞത്? ഉഇദ്ദത് ലിൽ മുത്തഖീൻ. ആ സ്വർഗം റബ്ബ് റിസർവ് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന്റെ റിസർവേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഉഇദ്ദത്, അത് റബ്ബ് പ്രത്യേകമാക്കി മാറ്റി നിർത്തിയിട്ടുണ്ട്. ആർക്ക് വേണ്ടിയാണ് അത് ഒരുക്കി വെക്കപ്പെട്ടിട്ടുള്ളത്? ലിൽ മുത്തഖീൻ, മുത്തഖികളായ തഖ്വയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് റബ്ബ് ആ സ്വർഗത്തെ മാറ്റിവെച്ചിട്ടുള്ളത്. നമ്മളിനി പരിശോധിക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരും, പറയുന്ന ഞാനും കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ആ മുത്തഖികളിൽ ഉൾപ്പെടുമോ എന്ന് സ്വന്തമൊന്ന് വിചാരണ നടത്തണം, സ്വന്തം വിലയിരുത്തണം. ഞാൻ ആ പറഞ്ഞ മുത്തഖികളിൽ ഉൾപ്പെടുമോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും എന്തൊക്കെയാണ് ആ മുത്തഖികളുടെ സവിശേഷത. തൊട്ടടുത്ത ആയത്തിലൂടെ റബ്ബ് പറയാണ്, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ, അവര് റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരാ. അല്ലദീന യുൻഫിഖൂൻ, റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കും. എപ്പോ? ഫിസ്സറാഇ വദ്ദറാ, സന്തോഷാവസ്ഥയിലും ചെലവഴിക്കും, വിഷമാവസ്ഥയിലും ചെലവഴിക്കും. അത്യാവശ്യം നല്ല ബാങ്ക് ബാലൻസ് ഒക്കെ ഉള്ള ഒരു സമയത്ത് എന്നാ ഒരു കുറച്ച് രൂപ കൊടുക്കാം എന്നല്ല, ഏത് പ്രയാസത്തിന്റെ സമയത്തും ഉള്ളതെന്താണോ അതിനനുസരിച്ച് ചെലവഴിക്കും. നമുക്ക് നമ്മുടെ പല കാര്യങ്ങൾക്കും എന്നും പൈസ ഉണ്ടല്ലോ. മൊബൈലിലേക്ക് റീചാർജ് ചെയ്യാൻ എല്ലാ കാലത്തും പൈസ ഉണ്ട്. വീട്ടിലേക്ക് അരി വാങ്ങാൻ, വെള്ളിയാഴ്ച ബീഫ് വാങ്ങാൻ, ചിക്കൻ വാങ്ങാൻ, ഫ്രൂട്ട്സ് വാങ്ങാൻ, പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ, ഇതിനൊക്കെ നമുക്ക് പൈസ ഉണ്ട്. അള്ളാന്റെ ദീനിന്റെ മാർഗത്തിലേക്ക് കൊടുക്കാൻ എപ്പോ എന്റെ അടുത്ത് കുറച്ച് ടൈറ്റാണ്. നമ്മൾ വിഡ്ഢികളല്ലേ? ഈ സമ്പത്ത് തരുന്നതാരാ? അള്ളാഹുവാണ്. അള്ളാഹു തരുന്ന സമ്പത്ത് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർക്ക് ഇരട്ടി ഇരട്ടിയായിക്കൊണ്ട് കൊടുക്കുമെന്ന് അള്ളാഹു പറഞ്ഞതാണ്. ഒരു ബിസിനസ് ഉണ്ട്, അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ 10 ഇരട്ടിയായിക്കൊണ്ടാണ് അതിന്റെ പ്രോഫിറ്റ് കിട്ടുക, അത് ഉറപ്പായിട്ടും കിട്ടും എന്നൊരു ബിസിനസ് ആണെങ്കിൽ എല്ലാവരും കൊണ്ടുപോയിടൂലേ? ഉള്ളത് കടം വാങ്ങിയിട്ടും റോൾ ചെയ്തിട്ടും നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്യും? റബ്ബ് പറയാണ് ഓരോ നന്മക്കും 10 ഇരട്ടി പ്രതിഫലമുണ്ട്, 10 മുതൽ 700 ഇരട്ടി പ്രതിഫലമുണ്ടെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചു തന്നിട്ടുണ്ട്. ഒരു നന്മക്ക് 10 ഇരട്ടിയാണ് പ്രതിഫലം. മാത്രമാണോ? 10 മുതൽ 700 ഇരട്ടി വരെ അവന്റെ നീയത്തിനനുസരിച്ച്, അവന്റെ തഖ്വക്കനുസരിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ചെയ്യുന്ന കാര്യത്തിന്റെ അളവിനും തോതിനും അനുസരിച്ച് റബ്ബ് നന്മ കണക്കാക്കും. ഇനിയോ അവൻ ചെയ്യേണ്ട ആ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ തന്നെ അള്ളാഹു പൂർണ്ണമായൊരു നന്മയായിക്കൊണ്ട് അതവിടെ രേഖപ്പെടുത്തുമെന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. ഉദ്ദേശിച്ചാൽ മതി, ആഗ്രഹിക്കുമ്പോഴേക്ക് ആ പൂർണ്ണമായൊരു നന്മ ചെയ്തതായി ഒരു പ്രതിഫലം അവിടെ രേഖപ്പെടുത്തി കഴിഞ്ഞു. അവൻ ചെയ്യുന്നതോടുകൂടെ 10 മുതൽ 700 ഇരട്ടി വരെ റബ്ബ് സുബ്ഹാനഹു വ തആല അവന് നന്മകൾ രേഖപ്പെടുത്തുമെന്നാണ്. എന്ത് നമുക്ക് ചെയ്യാൻ ഇത്ര മടി? നമ്മൾ ഒരിക്കലും അതിന് മടിക്കേണ്ടതില്ല. അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ, അള്ളാന്റെ മാർഗത്തിൽ അമലിൽ ചെയ്യാൻ, റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ, റബ്ബിന് വേണ്ടി അങ്ങ് ഒരുങ്ങാൻ, സ്വർഗത്തിനു വേണ്ടി മത്സരിക്കാൻ നമ്മൾ തയ്യാറാകണമെന്നാണ്. ഇനി ഒരാൾ തിന്മയാണ് ചെയ്യുന്നത് എങ്കിലോ അവൻ തിന്മ ചെയ്യാൻ ആഗ്രഹിച്ചാൽ തന്നെ രേഖപ്പെടുത്തുമോ? ഇല്ല. അവൻ തിന്മ ചെയ്യാൻ ആഗ്രഹിച്ചാൽ അവിടെ മലക്കുകൾ കാത്തു നിൽക്കും, രേഖപ്പെടുത്തൂല. ഇനി അവനെങ്ങാനും അവൻ ഉദ്ദേശിച്ച തിന്മ ചെയ്യുകയാണെങ്കിലോ അവിടെ ഒരു തിന്മ ചെയ്തതായിക്കൊണ്ട് രേഖപ്പെടുത്തും. എന്നാൽ നന്മയാകുമ്പോഴോ അത് 10 മുതൽ 700 ഇരട്ടിയായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുന്നത്. എത്ര കാരുണ്യവാനാണ് അല്ലാഹു, അർ-റഹീമാണ് അല്ലാഹു. ഇത് നമ്മൾ തിരിച്ചറിയണ്ടേ, അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണ്ടേ. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തരുന്നത്, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ, വിഷമാവസ്ഥയിലും നല്ല സന്തോഷാവസ്ഥയിലും അള്ളാന്റെ മാർഗത്തിൽ അവർ ചെലവഴിക്കും. സഹാബത്തിനോട്
പ്രതിസന്ധി ഘട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉള്ള സമ്പത്ത് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടപ്പോൾ എല്ലാവരും അവനവന്റെ അടുക്കലുള്ളത് ഇങ്ങനെ കൊണ്ടുവരും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെറിയൊരു കിഴിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് കണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സന്തോഷമായി. അൽഹംദുലില്ലാഹ്, ഇന്നെങ്കിലും അബൂബക്കറിനേക്കാൾ മുന്നിൽ ഞാനെത്തും, അബൂബക്കറിനെ ഈ കാര്യത്തിലെങ്കിലും ഞാൻ മറികടക്കുമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു വാശി. അദ്ദേഹത്തിന്റെ മുഴുവൻ സമ്പത്തിന്റെ പകുതിയുമെടുത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലിന്റെ അടുക്കൽ വന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലിന് അത് കൊടുത്തു. ഉമറേ, എന്താണിനി താങ്കൾക്കും കുടുംബത്തിനും ബാക്കിയുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മറുപടി, അല്ലാഹുവിന്റെ റസൂൽ, എന്റെ സമ്പത്തിന്റെ പകുതിയാണിത്, എന്റെ പകുതി ഞാൻ എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി ബാക്കി വെച്ചിരിക്കുക. അടുത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന് കൊടുക്കുക. ചെറിയൊരു കിഴിയാ കൊടുക്കുന്നത്. അബൂബക്കറെ, എന്താണ് ഇനി ബാക്കിയുള്ളത്? അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും മാത്രമാണ് എനിക്കും എന്റെ കുടുംബത്തിനും ഇനി ബാക്കിയുള്ളത്. എന്റെ സമ്പത്ത് പൂർണ്ണമായും റസൂലെ ഞാനിതാ നൽകുകയാണെന്ന് പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇല്ല, അവിടെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ തോൽപ്പിക്കാൻ എനിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ എത്രയെത്ര അവസരങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് പട്ടിണി ഉണ്ടാവുകയാണ്, വരൾച്ച ബാധിക്കുകയാണ്. എല്ലാവരും കഷ്ടപ്പെട്ട് ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുന്ന സമയത്ത് ഖലീഫയുടെ അടുക്കൽ വന്ന് ചോദിച്ചപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കൂ അള്ളാഹുവിനോട്, അള്ളാഹുവിലേക്ക് കീഴൊതുങ്ങിക്കോളൂ, എന്തെങ്കിലുമൊക്കെ മാർഗമുണ്ടാവുന്നതാണ്. ആ സമയത്താണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കച്ചവട സംഘം അവിടേക്ക് മദീനയിലേക്ക് കടന്നു വരുന്നത്. നെയ്യും എണ്ണയും ധാന്യപ്പൊടികളും മറ്റുമൊക്കെയായിക്കൊണ്ട് കടന്നു വന്ന അദ്ദേഹത്തിന്റെ വലിയ കച്ചവട സംഘം, കച്ചവടക്കാരെല്ലാവരും അദ്ദേഹത്തിന് അടുക്കൽ ചെന്നു. ഭക്ഷണം വേണം ഞങ്ങൾക്ക്, എന്താണ് എനിക്ക് ലാഭം കിട്ടുക? നിങ്ങൾക്ക് വന്ന ചെലവിന്റെ ഇരട്ടി ഞങ്ങൾ നൽകാം, ഇരട്ടി പ്രോഫിറ്റ് നൽകാം, ഞങ്ങൾക്കിത് നിങ്ങൾ വിൽക്കണമെന്ന് പറഞ്ഞപ്പോ, ഇല്ല, ഇതിനേക്കാൾ എനിക്ക് മറ്റു പലരും ഓഫർ ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുകയാണ്. എങ്കിൽ 3 ഇരട്ടി ഞങ്ങൾ നൽകാം. അദ്ദേഹം പറഞ്ഞു, ഇല്ല, അതിലധികം എനിക്ക് മറ്റു പലരും ഓഫർ നൽകിയിട്ടുണ്ട്, ഇതിലേറെ എനിക്ക് വില ലഭിക്കുമെന്ന് പറഞ്ഞു. എങ്കിൽ 4 ഇരട്ടി നൽകാം. ഇല്ല, അതിനും സമ്മതിച്ചില്ല. 5 ഇരട്ടി നൽകാം. അപ്പോഴും അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഇതിലേറെ എനിക്ക് മറ്റു പലരും ഓഫർ നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ അവര് ചോദിച്ചു, അതിന് നിങ്ങൾ ഇപ്പോഴല്ലേ എത്തിയത്? നിങ്ങളുടെ അടുക്കിലേക്ക് ഞങ്ങളാണല്ലോ, മദീനയിലെ എല്ലാ കച്ചവടക്കാരും ഞങ്ങളുണ്ട്, ഞങ്ങളെല്ലാവരും ഇപ്പോഴാണ് വന്നിട്ടുള്ളത്, ഞങ്ങൾക്ക് മുമ്പ് വേറെ ആരും നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ, മറ്റാരാണ് നിങ്ങൾക്ക് ഓഫർ നൽകിയത്? അപ്പോഴും അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇതിലേറെ ഓഫർ ലഭിച്ചിട്ടുണ്ട്, ഇതിലും അധികം പ്രോഫിറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചു, ആരാണ് നിങ്ങൾക്ക് ഇതിലും അധികം പ്രോഫിറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് ചോദിച്ചപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നൽകുന്ന മറുപടി, എന്റെ റബ്ബ് എനിക്ക് ഓഫർ നൽകിയിട്ടുണ്ട്, ഒരു നന്മക്ക് 10 പ്രതിഫലമെന്ന് ഓഫർ നൽകിയിട്ടുണ്ട്, അത്ര തരാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചു. ഇല്ല, ഞങ്ങൾക്ക് സാധിക്കുകയില്ല. എങ്കിൽ ഇതാ എന്റെ ഈ കച്ചവട സംഘത്തിലുള്ള മുഴുവൻ സമ്പത്തും ഞാനിതാ മദീനയിലെ ഫുഖറാക്കൾക്ക് വേണ്ടി, മസാക്കീനുകൾക്ക് വേണ്ടി ഞാനിതാ വിതരണം ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ് പാവപ്പെട്ട ഓരോരുത്തർക്കും നൽകി പട്ടിണി അകറ്റിയ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിന്റെ താളുകളിൽ നമ്മൾ മറിച്ചു നോക്കേണ്ടതാണ്. നമ്മളവിടെ കിടക്കുന്നു, സഹാബത്ത് അവിടെ കിടക്കുന്നു. അവിടെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്, അല്ലദീന യുൻഫിഖൂൻ, അവർ ചെലവഴിക്കുന്നവരാണ്, ഫിസ്സറാഇ വൽദറാ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഏതവസ്ഥയിലും ചെലവഴിക്കും. 1 രൂപയാണ് കൊടുക്കാൻ പറ്റുന്നതെങ്കിൽ പോലും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അത് കൊടുക്കാൻ നമുക്ക് സന്നദ്ധതയുണ്ടാവണം, മനസ്സിനകത്ത് അതിന്റെ നീയത്തുണ്ടാവണം. എത്രയെത്ര വലിയ കർമ്മങ്ങളാണ് നീയത്തിന്റെ അഭാവം കൊണ്ട് ചെറുതായി പോയിട്ടുള്ളതെന്ന് സലഫുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ എത്രയെത്ര ചെറിയ പ്രവർത്തനങ്ങളാണ് അവരുടെ മനസ്സിനകത്ത്, അവരുടെ ഇഖ്ലാസ് കൊണ്ട്, അവരുടെ നീയത്ത് കൊണ്ട് റബ്ബിന്റെ അടുക്കൽ വലിയ മഹത്തരമേറിയ പ്രവർത്തനങ്ങളായിക്കൊണ്ട് മാറിയിട്ടുള്ളത് എന്നാണ്. നല്ല നീയത്തോടുകൂടെ, ഇഖ്ലാസോടുകൂടെ റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ സാധിക്കണം. എന്നിട്ട് റബ്ബ് പറയുന്നു, വൽ കാദിമീനൽ ഗൈദ്, കോപത്തെ പിടിച്ചു വെക്കുന്നവരാണ്. ആര്? മുത്തഖികളുടെ സവിശേഷതയാണ്. അവർ കോപം വന്നാൽ അത് പിടിച്ചു വെച്ച് നിയന്ത്രിക്കുന്നവരാണ്. നമുക്കൊക്കെ വരുന്ന പ്രശ്നമാണ്, കോപം മുന്നിലേക്ക് കടന്നു വരും. നമ്മളോ കിടക്കുന്നിടത്തുനിന്ന് ഇരിക്കുന്നിടത്ത് ചാടി എണീക്കും.
എണീറ്റ അവസ്ഥയിലോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. എന്തേ? നമുക്ക് കോപമാണ്. എന്നാൽ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന തിരിച്ചാണ്. നിൽക്കുന്നവൻ ഇരിക്കണം, ഇരിക്കുന്നവൻ കിടക്കണം, അവന്റെ കോപം അങ്ങ് ഒതുങ്ങിപ്പോകുമെന്ന. നമ്മൾ നേരെ തിരിച്ച. ഒരാളോട് ദേഷ്യം വരുമ്പോഴേക്ക് ഇരിക്കുന്നവനൊക്കെ ചാടി സടകുടഞ്ഞെണീക്കുന്നൊരവസ്ഥ ഒരിക്കലും പാടില്ല. നമ്മൾ ഓരോരുത്തരും തിരുത്തേണ്ടതാണ്. സ്വന്തം ജീവിതത്തിൽ തിരുത്തണം. മക്കളോട് കയർക്കുന്ന ബാപ്പമാർ, ഉമ്മമാർ, ബാപ്പമാരോടും ഉമ്മമാരോടും കയർത്ത് സംസാരിക്കുന്ന മക്കൾ, വിദ്യാർത്ഥികളോട് കയർക്കുന്ന അധ്യാപകരും, അധ്യാപകരെ ബഹുമാനിക്കാത്ത വിദ്യാർത്ഥികളും, നാട്ടുകാരോടും പലരോടും. നമ്മൾ യാത്ര ചെയ്യുന്നിടക്ക് നമ്മളുടെ വാഹനവുമായി മറ്റൊരു വാഹനം ജസ്റ്റ് ഒന്ന് തട്ടിയപ്പോഴേക്ക് ചാടി ഇറങ്ങി അയാളോട് കയർത്ത് വായിൽ തോന്നിയ തെറികളെല്ലാം വിളിച്ചു പറയുന്നിടത്ത് നമ്മൾ ഓർക്കണം, ഞാനൊരു മുസ്ലിം അല്ലേ, എനിക്കത് പറ്റുമോ? ഇനി ഞാനാ പറഞ്ഞ തെറികൾ അയാൾ കേട്ടാൽ എന്റെ ഈ അപാകത, ഈ അബദ്ധം, ഈ അപകടം ഇവിടെ നീങ്ങിപ്പോകുമോ? ഒന്നുമില്ലല്ലോ. പിന്നെന്തുകൊണ്ട് നമ്മൾ അത്തരത്തിലുള്ള ഒരു മോശം സ്വഭാവത്തിലേക്ക് കടന്നു വരുന്നു? ഇവിടെയാണ് നമ്മൾ ശീലിക്കേണ്ടത്. റോട്ടിലും മുസ്ലിമായിരിക്കണം, നാട്ടിലും മുസ്ലിമായിരിക്കണം, ജോലിസ്ഥലത്ത് മുസ്ലിമായിരിക്കണം, വീട്ടിലും മുസ്ലിമായിരിക്കണം, എവിടെയും മുസ്ലിമായിരിക്കണം. പള്ളിയിൽ വന്ന് ജുമുഅക്കിരിക്കുമ്പോൾ മാത്രമല്ല നമ്മൾ മുസ്ലിമാകേണ്ടത്. ആ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. വൽ കാദിമീനൽ ഗൈർ, കോപത്തെ ഒതുക്കി വെക്കുന്നവരാണ്. വൽആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും. സംഗതി അവന്റെ അടുത്ത് തന്നെയാണ് ഫോൾട്ട്, അവളുടെ അടുത്ത് തന്നെയാണ് ഫോൾട്ട്, എങ്കിലും ഞാൻ അങ്ങ് ക്ഷമിച്ചു കൊടുക്കുക. എന്തേ? പടച്ചോ എനിക്ക് ക്ഷമിച്ചു തരും, എന്റെ റബ്ബ് എന്നെ പരിഗണിക്കുമെന്നുള്ള ബോധം നമുക്കുണ്ടാകണം. ഈ ആളുകൾക്ക് എന്താ റബ്ബ് ഒരുക്കി വെച്ചിട്ടുള്ളത്? ഉഇദ്ദത് ലിൽ മുത്തഖീൻ. ഏത്? റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ ആകാശങ്ങളെക്കാൾ ഭൂമിയേക്കാൾ വിശാലമായ സ്വർഗം. അതാണ് ആ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് നാവിനെ കെട്ടിയിടാൻ, പല്ല് കടിച്ചു പിടിക്കാൻ, നാവ് കൊണ്ട് പലതും പറയാൻ ഓങ്ങുന്ന സമയത്ത് കടിച്ചു പിടിക്കണം, പറയാതിരിക്കണം. ദേഷ്യം വരുമ്പോൾ ഒന്ന് മാറി നിൽക്കണം. എന്നിട്ടും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പോയി ഉളൂ ചെയ്യണം. നമ്മൾ എന്നിട്ടും പറ്റുന്നില്ലേ 2 റക്അത്ത് അങ്ങോട്ട് നിസ്കരിക്കണം. അപ്പോഴൊക്കെ നമ്മുടെ കോപവും ദേഷ്യവും ഒക്കെ അങ്ങ് മാറിപ്പോകും. എന്നിട്ടോ മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. ന്യായം നമ്മുടെ അടുക്കലാണ്, എങ്കിലും അവർക്ക് അങ്ങ് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. എന്തേ? അതിനുള്ളത് എന്റെ റബ്ബ് എനിക്ക് പരലോകത്ത് നിന്ന് നൽകും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. എന്നിട്ട് റബ്ബ് പറയുകയാണ്, ഇങ്ങനെയുള്ള നല്ല ക്വാളിറ്റികളൊക്കെ ഉള്ള ആളുകൾ വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, ഈ തരത്തിലുള്ള സുഹൃതങ്ങൾ ചെയ്യുന്ന മുഹ്സിനുകളായ ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. നമ്മൾ ആലോചിച്ചു നോക്കണം, ലോകത്തിന്റെ മുഴുവൻ രക്ഷിതാവ് നമ്മളെ ഇഷ്ടപ്പെടുമെന്ന്, പടച്ചോന്റെ ഇഷ്ടം നമുക്ക് ലഭിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ നമ്മെ അറിയിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം നമ്മളൊന്ന് ക്രമീകരിക്കണം. റബ്ബിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം. സ്വർഗത്തിനു വേണ്ടി ആഗ്രഹിക്കണം, കൊതിക്കണം, അതിനുവേണ്ടി പണിയെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ റബ്ബിന്റെ മാർഗത്തിൽ നന്നായി സ്വർഗത്തിനു വേണ്ടി മത്സരിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ് യാ ഇബാദല്ലാഹ്, സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. ഏതൊരു സമയത്തും ഞാൻ മുമ്പിലാവണം എന്ന വീറോടെ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. വെറുതെ അങ്ങ് സ്വർഗത്തിലേക്ക് കയറിപ്പോകാമെന്ന് നമ്മൾ ആരും വിചാരിക്കരുത്. ആ സ്വർഗത്തിനു വേണ്ടി മുൻഗാമികളും അമ്പിയാക്കളും ഒക്കെ ഒരുപാട് പണിയെടുത്തതാണ്. അതുപോലെ തന്നെ കഷ്ടപ്പെട്ട് പണിയെടുത്തെങ്കിൽ മാത്രമേ നമുക്കും ആ സ്വർഗത്തിലേക്ക് ചെന്നെത്താൻ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. നമ്മളുടെ അമലുകളൊക്കെ നന്നാക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരോടുള്ള ബാധ്യതയും മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ കൂടെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഒരിക്കൽ ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നു, ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്ത്. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ മേലിൽ 6 കടമകളുണ്ട്, ബാധ്യതകളുണ്ട്.
എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, ഖീലമാ ഹുന്ന യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ ഏതൊക്കെയാണവ? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി, നീ അവനെ കണ്ടുമുട്ടി ഒന്ന് സലാം പറയണം. ഒരു മുസ്ലിമായ ഒരാളെ കണ്ട അപ്പോൾ സലാം പറയണം. അറിയുന്നവരോടും അറിയാത്തവരോടും ഒക്കെ സലാം പറയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിച്ചു തന്ന കാര്യമാണ്. മാത്രമല്ല വൈദാ ദഅക, നിന്നെ ക്ഷണിച്ചു കഴിഞ്ഞാൽ, ഒരു കാര്യത്തിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ, ക്ഷണിച്ചു കഴിഞ്ഞാൽ ഫഅജിബ്ഹു, അവന് ആ ക്ഷണത്തിന് മറുപടി കൊടുക്കണം, ആ ക്ഷണം സ്വീകരിക്കണം, ആ വിളിക്ക് ഉത്തരം നൽകണം. അത് എല്ലാ കാര്യത്തിലും വൈദാ ദഅക എന്നാണ് പറഞ്ഞത്. നിന്നെ വിളിച്ചു കഴിഞ്ഞാൽ പല കാര്യത്തിലും ഇന്നൊക്കെ പല ആളുകളും അതിൽ പാലിക്കാത്തൊരു കാര്യമാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോഴുള്ള കാര്യം. ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അത് കട്ട് ചെയ്ത് ഒഴിവാക്കുകയെങ്കിലും ചെയ്യണം. മറ്റുള്ളവൻ അങ്ങനെ അടിക്കുമ്പോൾ അതങ്ങനെ കണ്ടുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കുന്ന അവസ്ഥ പല ആളുകളിലുമുണ്ട്. എന്ത്, അവനോട് പറയാൻ പറ്റിയ മറുപടി എന്റെ അടുക്കലില്ല, ഇല്ല എങ്കിൽ ആ കോൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയെങ്കിലും ചെയ്യാം. മറ്റുള്ളവൻ അങ്ങനെ അവന്റെ സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ട് വിളിച്ചുകൊണ്ടേയിരിക്കുക, അതൊന്നും ശരിയായൊരു കാര്യമല്ല. കാരണം ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതയാണ്. വിളിച്ചാൽ ഉത്തരം കൊടുക്കണം. എന്താണെങ്കിലും, എന്താണ് നമ്മുടെ അടുക്കലുള്ള ഉത്തരം, ആ ഉത്തരം കൊടുക്കുക. ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തിട്ടില്ല, പറ്റിയിട്ടില്ലെങ്കിൽ പറ്റിയിട്ടില്ല എന്ന് പറയുക. മറുപടി ഇല്ലാത്തൊരവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. റസൂലിന്റെ പ്രയോഗം തന്നെ അങ്ങനെയാണ്. നിന്നെ വിളിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം കൊടുക്കണം എന്നുള്ളത്. വല്ല ഉപദേശവും തേടിക്കഴിഞ്ഞാൽ, വല്ല കാര്യത്തിനും ഒരു നസീഹത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കഴിയുന്ന വിധത്തിൽ ഉപദേശവും നസീഹത്തും കൊടുക്കണമെന്നാണ്. നമുക്കൊക്കെ ഇന്ന് പല ആളുകളും പല കാര്യത്തിന്റെ പ്രശ്നങ്ങൾ നമ്മോട് ചോദിച്ചു വരും. നമുക്കതിന്റെ പരിഹാരം അറിയാമെങ്കിലും നമ്മൾക്ക് സമയമല്ല എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കാണിച്ചു, അതായത് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലരും ഒഴിഞ്ഞു മാറുന്നൊരു പ്രവണത പല കാര്യത്തിലും കണ്ടിട്ടുണ്ട്. അതൊരിക്കലും ശരിയല്ല. നമുക്കറിയുന്നത് പറഞ്ഞു കൊടുക്കുക, അറിയുന്ന ആളുകൾ ഇന്ന ആളുകളാണെന്ന് പറഞ്ഞ് അവളെ കാണിച്ചു കൊടുത്തിട്ട് അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള മറുപടി കിട്ടുന്ന മാർഗം കാണിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളോടൊരാൾ ഒരു നസീഹത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കാര്യത്തിൽ നിർദ്ദേശം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മറുപടി കൊടുക്കണമെന്നത് ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ മേലുള്ള ബാധ്യതയായിട്ടാണ് റസൂൽ പഠിപ്പിക്കുന്നത്. തുമ്മിക്കഴിഞ്ഞപ്പോൾ ഒരാൾ അൽഹംദുലില്ലാ പറഞ്ഞു, ഫശമ്മിതഹു, എങ്കിൽ അവനു വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. തുമ്മുമ്പോൾ അൽഹംദുലില്ലാ പറയുകയും ചെയ്താൽ അവനു വേണ്ടി യർഹമുക്കല്ലാഹ് എന്ന പ്രാർത്ഥിക്കുക എന്നുള്ളത്. നിനക്ക് റബ്ബിന്റെ റഹ്മത്ത് ഉണ്ടാവട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മളുടെ നിത്യജീവിതത്തിൽ പറയുന്ന പല പ്രാർത്ഥനകളും പലരും ഇതെന്താണെന്ന് അറിയാതെയാണ് ചൊല്ലുന്നത്. അത് ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടെ ആവണമെങ്കിൽ എന്താണ് പറയുന്നതെന്നൊന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യണ്ടേ. അതുകൊണ്ട് പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കണം. ഒരാൾ തുമ്മി അയാൾ അൽഹംദുലില്ലാ എന്ന് പറയുന്നത് കേട്ടാൽ യർഹമുക്കല്ലാഹ്, നിനക്ക് റബ്ബ് റഹ്മത്ത് ചൊരിയട്ടെ എന്ന് പറയണം അവനോട്. അത് മനസ്സറിഞ്ഞ് പറയണം. കാരണം എന്താ, തുമ്മിയിട്ട് ആ ഒരു പ്രയാസം വന്ന് അത് കഴിഞ്ഞപ്പോ അൽഹംദുലില്ലാ, സകല ഹംദും അല്ലാഹ് മനസ്സവൻ കാണിച്ചല്ലോ, അതുകൊണ്ട് നിനക്ക് റബ്ബിന്റെ റഹ്മത്ത് ഉണ്ടാവട്ടെ എന്നാണ് പറയുന്നത്. യഹ്ദികുല്ലാഹ്, അള്ളാഹു നിന്നെ ഹിദായത്തിലാക്കട്ടെ എന്ന് അവൻ തിരിച്ചു പറയുന്നു. എത്ര മാന്യമായ സംസാരങ്ങളാണ് മുസ്ലിങ്ങൾ തമ്മിലുള്ള ഓരോ സംസാരങ്ങളും. ഒരാളോട് സലാം പറയുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് പേടിപ്പിക്കല്ല വേണ്ടത്. എന്താണ് പറയുന്നത്, നിനക്ക് അള്ളാഹുവിന്റെ സമാധാനവും ശാന്തിയും രക്ഷയും ഉണ്ടാവട്ടെ എന്നാണ് അയാളോട് പറയുന്നത്. ആ രൂപത്തിൽ അതിന്റെ ഒരു ടോണിലാവണത് പറയേണ്ടത്. ഒരാളോട് സലാം പറഞ്ഞിട്ട് 4 തെറി പാടില്ല, സലാം പറഞ്ഞിട്ട് ചീത്ത വിളിക്കാൻ പാടില്ല. അതെന്താ പറയുന്നത്, നിനക്ക് സമാധാനം ഉണ്ടാവട്ടെ എന്നാ പറയുന്നത്. എന്നിട്ട് ഉള്ള സമാധാനം കളയാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലാൻ പാടില്ല. നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് കയറി ചെല്ലുക, എന്നിട്ട് അവിടെ ആകെ ഒച്ചയും ആകെ ബഹളം ഉണ്ടാക്കുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. അതൊക്കെ ഒരു മര്യാദയാണ്. കാരണം മനസ്സറിഞ്ഞ് സലാം പറഞ്ഞ ആളുകൾക്കിടയിൽ എങ്ങനെ അടിപിടി ഉണ്ടാവുക, അവർക്കിടയിൽ എങ്ങനെ കുശുമ്പും വിദ്വേഷം ഉണ്ടാകുക, അവർക്കിടയിൽ എങ്ങനെ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുന്ന അവസ്ഥയുണ്ടാവുക, ഒരിക്കലും ഉണ്ടാവൂല. അതിനാണ് സലാം പറയുന്നത്. ഏത് സാഹചര്യത്തിൽ ഒരു മുസ്ലിമിനോട് പറയാൻ പറ്റിയ സംസാരമാണ് അസ്സലാമു അലൈക്കും, നിനക്ക് പടച്ചോന്റെ സലാം ഉണ്ടാവട്ടെ എന്നുള്ളത്. അത് മനസ്സറിഞ്ഞ് പറയാൻ, എന്നിട്ട് അതിന്റെ കൂടെ വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നുകൂടെ ചേർത്താൽ നിനക്ക് റബ്ബിന്റെ റഹ്മത്തും ഉണ്ടാവട്ടെ, ബറകാതുഹു പടച്ചോന്റെ ബറക്കത്തും ഉണ്ടാവട്ടെ എന്നാണ് പറയുന്നത്. ഇത് മനസ്സറിഞ്ഞ് പറഞ്ഞാൽ തന്നെ പല കുടുംബ പ്രശ്നങ്ങളും അവസാനിക്കും, പല അയൽപക്ക പ്രശ്നങ്ങളും അവസാനിക്കും, മേലുദ്യോഗസ്ഥരും കീഴുദ്യോഗസ്ഥരും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിക്കും, കമ്മിറ്റി ഭാരവാഹികൾ തമ്മിലുള്ള അടിപിടി അവസാനിക്കും, പല സംഘടനകളും അവസാനിക്കും, നാട്ടിലുള്ള പല കുഴപ്പങ്ങളും അവസാനിക്കും. അവര് പരസ്പരം മനസ്സറിഞ്ഞ് സലാം പറഞ്ഞാൽ മതി.
റസൂൽ പറഞ്ഞല്ലോ, നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടാതെ നിങ്ങളുടെ ഈമാൻ പൂർത്തിയാവൂല. എങ്കിൽ നിങ്ങളുടെ ഈമാൻ പൂർത്തിയാവാൻ പറ്റിയൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ ബലാ യാ റസൂലല്ലാഹ് എന്ന് സഹാബത്ത് മറുപടി പറയുകയാണ്. സഹാബത്തിനോട് റസൂൽ പറഞ്ഞത് അഫ്ഷു സലാം ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കണം എന്നാണ്. എന്തുകൊണ്ടാണ് റസൂൽ അങ്ങനെ പറഞ്ഞത്? നമ്മളൊക്കെ സലാം പറയും, പക്ഷെ വിളിക്കുമ്പോഴൊക്കെ അസ്സലാമു അലൈക്കും എന്ന് പറയും, എന്നിട്ട് കുറെ ചീത്ത വിളിക്കും, അല്ലെങ്കിൽ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അതല്ല വേണ്ടത്. ആ സലാമിനനുസരിച്ച രൂപത്തിൽ നമ്മുടെ രീതി മാറണം, ടോണ് മാറണം, സൗണ്ട് കുറയണം, അതിന് പറ്റിയ സ്നേഹം അതിലുണ്ടാവണം. ആ രൂപത്തിൽ നമ്മളൊന്ന് ഒതുങ്ങിയാൽ അത്രക്ക് പരസ്പരം സ്നേഹിക്കുന്ന സത്യവിശ്വാസികളായി മാറാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. മരിത തൗദഹു, അവനെങ്ങാനും രോഗിയായി കഴിഞ്ഞാൽ അവനെ സന്ദർശിക്കണം. രോഗിയായി കിടക്കുന്ന പല ആളുകൾക്കുള്ള പ്രയാസം, ആ രോഗിയായി കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആളില്ല എന്നാണ്. എന്നും കാണുന്നവരെ മാത്രം കാണുന്നു, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. കിടപ്പിലായ രോഗികളൊക്കെ പ്രത്യേകിച്ച് അവരുടെ അടുക്കൽ പോകണം. ഒരാൾ രോഗിയായി കിടന്നാൽ പോയി നോക്കിയിട്ടില്ലെങ്കിൽ മറ്റുള്ളവരെന്താ പറയാന്ന് വിചാരിച്ചിട്ടാ പലരും പോകുന്നത്. എന്തിനാ പോകുന്നത്? പടച്ചോൻ തരുന്ന കൂലിയിട്ടാന്ന് വിചാരിച്ച് പോകണം. അതല്ലാതെ പോയിട്ടില്ലെങ്കിൽ മറ്റുള്ളവരെന്താ പറയാ, ഞാൻ കുടുംബക്കാരനായിട്ട് അയൽവാസിയായിട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയൂല എന്ന് കരുതി പോയിട്ട് എന്ത് കാര്യം? ഒക്കെ ദുനിയാവിന് വേണ്ടിയിട്ടാ പലരും ചെയ്യുന്നത്. പോകാതിരുന്ന മോശല്ലേ? എന്നിട്ടോ ഇല്ലാത്ത പൈസക്ക് കടം വാങ്ങി കുറെ ഫ്രൂട്ട്സും സാധനങ്ങളും വാങ്ങിയിട്ട് പോകും. അവിടെ പോയി കണ്ട് സലാം പറഞ്ഞ് ഒന്ന് തിരിച്ചു പോരും. ഇതല്ല വേണ്ടത്. ആ രോഗിയുടെ അടുത്തിരിക്കണം, അവർക്ക് പറയാനുള്ളത് കേൾക്കണം. നമ്മളൊന്നും പറയണ്ട, അവർക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള മനസ്സ് കൊടുത്താൽ മതി. അത് തന്നെ വലിയ പുണ്യമാണ്. എന്നിട്ട് അവരെ ആശ്വസിപ്പിക്കണം. അല്ലാതെ രോഗിയെ പോയിട്ട് പ്രയാസപ്പെടുത്തരുത്. ഇതേ രോഗം ഉണ്ടായ ഒരാൾ ഞങ്ങളെ അടുത്തുണ്ടായിരുന്നു, അയാൾക്ക് കഴിഞ്ഞ ആഴ്ച മരിച്ചത് എന്നൊന്നും പറയരുത്. ആ രോഗിക്കുള്ള ആശ്വാസം കൂടി പോകും. അതിനല്ല നമ്മൾ പോകേണ്ടത്. രോഗി ആശ്വസിപ്പിക്കണം. രോഗമല്ല, പ്രശ്നമല്ല, ഇതൊക്കെ റബ്ബിന്റെ പരീക്ഷണമാണ്, ഇതിനൊക്കെ പരലോകത്ത് നിന്ന് കൂലി കിട്ടും, നിങ്ങളുടെ പല തെറ്റും പടച്ചും പൊറുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവും, നിങ്ങളോട് റബ്ബ് കാരുണ്യം കാണിക്കുകയാണ് എന്ന മട്ടിൽ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് അവരുടെ ശരീരത്തിൽ കൈവച്ചുകൊണ്ട്, കൈവെക്കാൻ പറ്റിയ ആളുകളുടെ അടുക്കൽ കൈവച്ചുകൊണ്ട് അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. രോഗിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തണം. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്താൽ ആ രോഗിക്ക് കിട്ടുന്ന ആശ്വാസം എത്രയാണ്. അതും കുടുംബത്തിലുള്ള നമ്മുടെ വല്യപ്പമാരോ വല്യമ്മമാരോ അത്തരത്തിൽ നമുക്ക് മഹറമുകളായിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവരെ ഒന്ന് ചേർത്ത് പിടിച്ച് അവരുടെ നെറ്റിലൊരു ചുംബനമൊക്കെ കൊടുത്ത് തിരിച്ചു പോരണം. അവർക്ക് അവരുടെ രോഗത്തിൽ എല്ലാ മെഡിസിനുകൾക്കും ഫലിപ്പിക്കാൻ കഴിയാത്ത ഫലപ്രാപ്തി നമ്മളുടെ ആ ഒരു ചുടുചുംബനത്തിലൂടെ ലഭിക്കും. അവരുടെ രോഗത്തിന് ആശ്വാസം ഉണ്ടാകും. നമ്മളൊക്കെ കൂടെയുണ്ടെന്നല്ല ഒരു ബോധം അവർക്കുണ്ടാകും. അതിനാണ് രോഗസന്ദർശനം നടത്തേണ്ടത്. ഇനി ഒരു മുസ്ലിം മരിച്ചാലോ അയാൾ അനുഗമിക്കണം. എവിടെയാണ് മരിച്ചതെന്ന് അറിഞ്ഞു, ഒരു ആദർശ സഹോദരൻ മരിച്ചെന്നറിഞ്ഞാൽ വണ്ടിയെടുത്ത് പോയി ആ ജനാസയെ അനുഗമിക്കാനും അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാനും അവരെ മറവ് ചെയ്ത് തിരിച്ചു പോരാനും നമുക്ക് സാധിക്കണം. സമയമുണ്ടാക്കി നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കണം. ഇതൊക്കെ പരസ്പരം നമ്മൾ ചെയ്യേണ്ട ബാധ്യതകളാണ്. അപ്പോഴേ അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാൻ യശുദ്ദു ബഅ്ദുഹു ബഅ്ദ എന്ന ഹദീസ് പ്രാവർത്തികമാവുള്ളൂ. ഒരു മുഅ്മിനിന് മറ്റൊരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ കൽബുന്യാൻ, ഒരു കെട്ടിടത്തിലെ കല്ലുകൾ പോലെയാണ്. യശുദ്ദു ബഅ്ദുഹു ബഅ്ദ, അവ പരസ്പരം ശക്തി പകരുന്നു. നമ്മൾ ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനിന് പ്രയാസമാവരുത്, മറിച്ച് നമ്മൾ ആശ്വാസമാകണം. എല്ലാവർക്കും ആശ്വാസത്തിന്റെ തീരമായി മാറാൻ നമ്മൾക്ക് സാധിക്കണം. അല്ലാഹു അത്തരത്തിൽ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും സഹായിച്ചും ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാവിധ തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഉന്നതമായ സ്വർഗ്ഗത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ആസ്വാദനങ്ങളും അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് മുത്തഖികൾക്ക് വേണ്ടിയിട്ടാണ്. ആ മുത്തഖികളുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ഉന്നതമായ സ്വർഗ്ഗത്തിലെ ആ ജന്നാത്തുൽ ഫിർദൗസ് നൽകി നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളായി കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, കടബാധ്യത വന്ന് പ്രയാസപ്പെടുന്നവരുണ്ട്, പലതരം കഷ്ടത ബാധിച്ച ആളുകളുണ്ട്. അല്ലാഹു എല്ലാവർക്കും ഏറ്റവും ഹൈറായതിനെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് സഹോദരി സഹോദരങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവരുടെയും ബർസഖി ജീവിതം സ്വർഗീയ ജീവിതമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا
وأجرنا من النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك.